വിദ്യാമൃതത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 7ാം ക്ലാസ്സിലെ പ്രപഞ്ചം മുഴുവൻ പൂമ്പാറ്റകൾ എന്ന പാഠഭാഗമാണ്. യാത്രകൾ അനുഭവങ്ങളും അറിവുകളും നൽകുന്നു. പ്രകൃതിയിലെ കാഴ്ചകൾ പലപ്പോഴും നമ്മെ വിസ്മയിപ്പിക്കും. അത് ജീവിതത്തെ പുതുക്കിക്കൊണ്ടേയിരിക്കും. പ്രപഞ്ചം മുഴുവൻ പൂമ്പാറ്റകൾ. എപ്പോഴെങ്കിലും നിങ്ങൾ പൂമ്പാറ്റകളുടെ ചിറകടിനാദം കേട്ടിട്ടുണ്ടോ? ഷോളയാർ പുഴയോരം ഇരുളടഞ്ഞ മഴക്കാടിനെ വേണ്ടുവോളം ശരീരത്തിലും മനസ്സിലും അനുഭവിച്ചറിഞ്ഞ ദിനങ്ങൾക്കൊടുവിൽ ഞങ്ങൾ എത്തിപ്പെട്ട ഇടം. മരങ്ങളായ മരങ്ങളിലെ ഇലകളൊക്കെ ഉണങ്ങി നിൽക്കുന്ന കാഴ്ച. കാട്ടുതീ വന്നതാകുമോ? വല്ലാതെ പരിഭ്രാന്തരായി ഞങ്ങൾ. മഴക്കാടുകൾ അങ്ങനെ പെട്ടെന്ന് തീക്ക് പിടികൊടുക്കുകയില്ല. അവയുടെ ഘടന അങ്ങനെയാണ്. എവിടെയും ഈർപ്പമയം, ആരോഗ്യമുള്ളതും ജീവസുറ്റതുമായ ഇലച്ചാർത്തുകൾ. എവിടെയും ജലത്തിൻ്റെ സാന്നിധ്യം. തീക്ക് മാറി നിൽക്കാനേ കഴിയൂ ഈ ഹരിത സാമ്രാജ്യത്തിൽ. പതുക്കെ പതുക്കെയാണ് ഞങ്ങൾ ആ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞത്. ഇലകളായ ഇലകളൊക്കെ ചിത്രശലഭങ്ങളായിരുന്നു. ഒരു വനപ്രദേശം മുഴുവൻ ലക്ഷക്കണക്കിന് പൂമ്പാറ്റകൾ. ഇലകളുടെ പച്ചനിറം മറച്ചുകൊണ്ട് അവ വൃക്ഷങ്ങളിലും ചെടികളിലുമൊക്കെ പറ്റിപ്പിടിച്ചിരിക്കുന്നു. കോമൺ ക്രോ എന്ന ചിത്രശലഭമായിരുന്നു കൂടുതലും. ഫ്ലൈയിങ് ടൈഗറും ഒപ്പമുണ്ട്. ഇവ ചിറകുപൂട്ടിയാൽ ഇലകൾ ഉണങ്ങിയ നിറമായി തോന്നാം. ഞങ്ങൾ നിശബ്ദരായി ആ കാഴ്ച കാണുകയാണ്. അന്നാദ്യമായി ഞാൻ അത്ഭുതനാദം കേട്ടു. പൂമ്പാറ്റകളുടെ ചിറകടിനാദം. ലക്ഷക്കണക്കിനു പൂമ്പാറ്റകൾ പറന്നുയരുന്ന അത്ഭുത കാഴ്ച. അവയ്ക്കിടയിൽ സ്വയം മറന്ന് എല്ലാ ചിന്തകളെയും വിട്ട് ആ സ്വപ്നലോകത്തിൽപ്പെട്ട് കണ്ണുകളിൽ നിന്ന് വിടർന്ന കൗതുകവും അത്ഭുതവും കൊണ്ട് ഞങ്ങൾ തികച്ചും കുഞ്ഞുങ്ങളായി രൂപാന്തരം പ്രാപിക്കുകയായിരുന്നു. പൂമ്പാറ്റകളുടെ വലയത്തിൽപ്പെട്ട കുഞ്ഞുങ്ങളെപ്പോലെ. അങ്ങനെ കാതിൽ വീണ്ടും ചിറകുകളുടെ മൃദുമന്ത്രണം. ഞങ്ങൾ അപ്പോൾ ആ മഴക്കാടിൻ്റെ ഹൃദയഭാഗത്തായിരിക്കണം. പുലരിയിലെ വെയിലിൻ്റെ സ്വർണ്ണക്കീറുകൾ ഇലച്ചാർത്തുകൾക്കിടയിലൂടെ അരിച്ച് വീണു തുടങ്ങി. ഈർപ്പമാർന്ന മണ്ണടരുകളിൽ നിന്ന് ഉയർന്ന നീരാവിക്കിടയിൽ പൂമ്പാറ്റകൾ പാറി നടന്നു. പൂമ്പാറ്റപ്പിടിയന്മാരായ ചില കൊച്ചു പക്ഷികളും പക്ഷിവർഗങ്ങളും അന്നത്തിൻ്റെ ഈ ധാരാളിത്തത്തിൽ പരിഭ്രാന്തരായി. എൻ്റെ സങ്കല്പത്തിനു മേലെ ആ പൂമ്പാറ്റകളുടെ ചിറക് വിരിച്ച് നൃത്തം ചെയ്തു. കാട്ടുപൂക്കളുടെ വർണ്ണവും സുഗന്ധവും ഉണ്ടായിരുന്നു അവയ്ക്ക്. ബാല്യകാല സ്വപ്നങ്ങളിലേക്കവ എന്നെ ചിറക് വിരിച്ചുയർത്തി. അവയ്ക്കൊപ്പം ഞാനും പറന്നുയർന്നു. ലക്ഷക്കണക്കിന് പൂമ്പാറ്റകൾക്കൊപ്പം ഞാനൊരു കുഞ്ഞു പൂമ്പാറ്റയായി. അവയുടെ മൃദുലമായ ചിറകുകൾ എൻ്റെ മുഖത്തും ശരീരത്തിലുമൊക്കെ ഉരുമുന്നുണ്ടായിരുന്നു. അവ പല വർണ്ണങ്ങളിലുള്ള പൂമ്പൊടികൾ കൊണ്ടെന്നെ തഴുകി. വനനിഗൂഢതകളുടെ ആഴം തിരിച്ചറിയാനാകാതെ ഞാൻ ആ കയത്തിൽ മുങ്ങിപ്പോയി. എനിക്കതിൽ നിന്ന് കരകയറണമെന്ന ആഗ്രഹം ലവലേശമില്ലായിരുന്നു. പൂമ്പാറ്റകളിൽ പൂമ്പാറ്റയായി ഞാൻ ഒഴുകിപ്പറന്നു. മന്ദമായി കാറ്റ് വീശി. പൂമ്പാറ്റകളൊക്കെ കാറ്റിന് എന്നെ വിട്ടുകൊടുക്കാതെ വന്നു പൊതിഞ്ഞു നിന്നു. കഥാകൃത്ത് യാത്രാനുഭവങ്ങളും അറിവുകളും നമുക്ക് പകർന്നു തരുന്നുണ്ടല്ലേ. നമ്മളും പല യാത്രകളും പോയിട്ടുണ്ടാവും. ഇതുപോലെ നമുക്കും പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ടാവും അല്ലേ. ഈ പാഠഭാഗം വായിക്കുമ്പോൾ ഇതിലെ ഓരോ വാക്കും മനസ്സിലാക്കി വർണ്ണനയിൽ എഴുതിയാൽ എന്ത് രസമായിരിക്കും. നമുക്കും എഴുതിക്കൂടെ നമ്മുടെ യാത്രാനുഭവങ്ങളെല്ലാം. ഈ പാഠഭാഗം ഒന്ന് മറിച്ചു കഴിഞ്ഞാൽ അട്ടപ്പാടി എന്ന് എഴുതിയിരിക്കുന്ന ഒരു പേജ് കാണാം. അതൊന്ന് വായിക്കാം. അട്ടപ്പാടി. മണ്ണാർക്കാട്ടുനിന്ന് സൈലന്റ് വാലി, അട്ടപ്പാടി ഭാഗങ്ങളിലേക്ക് പുറപ്പെട്ടതാണ് ഞങ്ങൾ. കഴിഞ്ഞ വൈകുന്നേരങ്ങളിലെല്ലാം മലകളിൽ തിമിർത്ത മഴയായിരുന്നു. ഈ രാത്രി മഴയിൽ കുതിർന്ന പ്രകൃതി പ്രഭാതസൂര്യൻ്റെ ഇളംവെയിലിൽ ഈറൻ ഭംഗി പ്രസരിച്ചു നിൽക്കുന്നു. വൃശ്ചികം പിറന്നതേയുള്ളൂ. വൃശ്ചികക്കാറ്റ് ആഞ്ഞു വീശി തുടങ്ങി. അജ്ഞേയമായ ഒരു പ്രകൃതി പ്രതിഭാസം എന്ന പോലെ എല്ലാ വൃശ്ചികം 1-നും കൃത്യമായി സഹ്യൻ്റെ മറുപുറത്തെ പീഠഭൂമിയിൽ നിന്ന് പാലക്കാടൻ ചുരം വഴി ഈ കാറ്റ് കടന്നു വരുന്നു. മുണ്ടകൻ പാടങ്ങളിൽ ഹരിതവീചി പരമ്പരകളായി ലസിച്ചും തെങ്ങിൻ തലപ്പുകളിൽ ദൃശ്യഭ്രമം സൃഷ്ടിച്ചും കാറ്റ് പടിഞ്ഞാറൻ കടൽ തീരത്തെ ലക്ഷ്യമാക്കി വീശുന്നു. വള്ളുവനാടിൻ്റെ ഇടനാടൻ പ്രദേശങ്ങളിൽ ഏതാണ്ട് മുഴുക്കെ പാലക്കാടൻ കാറ്റ് അനുഭവപ്പെട്ടിട്ടുണ്ട്. തെക്ക് അതിൻ്റെ അതിർത്തി ചാലക്കുടി പുഴയാണ്. പടിഞ്ഞാറ് കടൽ തീരത്തിനു 10 നാഴിക മുമ്പേ കടൽക്കാറ്റിൻ്റെ സമ്മർദ്ദമേറ്റ് അതിൻ്റെ ശക്തി ക്ഷയിക്കുന്നു.
പാലക്കാടൻ കാറ്റ് അനഭിമതനായ ഒരതിഥിയാണ്. പീഠപ്രകൃതിയുടെ ഉഷ്ണവും പൊടിമണ്ണും ഏറിവരുന്ന അത് രോഗകാരണമാവുന്നു. അതിൻ്റെ വരണ്ട ആശ്ലേഷം തെങ്ങും കവുങ്ങും പോലുള്ള ഫലവൃക്ഷങ്ങൾക്ക് ഒട്ടും പഥ്യമല്ല. പാലക്കാടൻ കാറ്റിൻ്റെ ഒരേയൊരു നന്മ അത് മുണ്ടകൻ പാടങ്ങളിൽ നിന്ന് ചാഴിയെ തുരത്തുന്നു എന്നതാണ് കൃഷിക്കാരൻ പറയുന്നത്. വൈകുന്നേരം ഉണ്ടായേക്കാവുന്ന മഴയെക്കുറിച്ചുള്ള ആശങ്കകൾ ഒഴിച്ചു നിർത്തിയാൽ ഒരുപക്ഷേ അട്ടപ്പാടിയിലേക്ക് യാത്ര ചെയ്യാവുന്ന ഏറ്റവും നല്ല ദിവസങ്ങളിൽ ഒന്നാവാം ഇത്. തുലാവർഷത്തിൽ കുളി കഴിഞ്ഞ് വെടിപ്പായി വൃശ്ചികവെയിൽ വനനാശകരാൽ നിരന്തരം ആക്രമിക്കപ്പെട്ടിട്ടും വീണ്ടും തളിർക്കുകയും പടരുകയും ചെയ്യുന്ന കാടിൻ്റെ അതിജീവന വ്യഗ്രത, ഇത് പ്രകൃതിയുടെ വശ്യവും അസ്പൃശ്യവുമായ നിഗൂഢതകളിലേക്ക് ഒരു കടന്നുകയറ്റം പോലെ ആകാംക്ഷഭരിതമാവുന്നു. എൻ്റെ കേരളം. രവീന്ദ്ര മാഷിൻ്റെ ഒരു യാത്രാ വിവരണമാണിത്. പ്രപഞ്ചം മുഴുവൻ പൂമ്പാറ്റകൾ. അട്ടപ്പാടി എന്നീ യാത്രകളിലെ സവിശേഷതകൾ താരതമ്യം ചെയ്ത് കുറിപ്പ് എഴുതുവാൻ പരീക്ഷയ്ക്ക് എന്തായാലും വരാവുന്ന ചോദ്യമാണ് കേട്ടോ. നമുക്കത് പഠിക്കണ്ടേ? അപ്പോൾ ഞാൻ നാളെ വരാട്ടോ. സബ്സ്ക്രൈബ് ചെയ്തോണേ. ചേച്ചി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഈ വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്ത് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. നിങ്ങളെല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവനായും കാണണേ. താങ്ക് യു. നാളെ കാണാട്ടോ.